ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു വോക്ക് ആൻഡ് ലാഡിൽ. നമ്മളെന്താ ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ടൈമാണ്. അപ്പോൾ നല്ല ഹെൽത്തി ആയിരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പച്ചക്കറികളും നമ്മൾ കഴിക്കണം. അപ്പോൾ എങ്ങനെയെല്ലാം പച്ചക്കറികൾ കുട്ടികളെയും വലിയവരെയൊക്കെ നമുക്ക് അകത്താക്കാം, അവർക്ക് എങ്ങനെ കഴിപ്പിക്കാം, ഏറ്റവും ടേസ്റ്റിൽ എങ്ങനെ കൊടുക്കാം, അങ്ങനെയുള്ളൊരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ വഴുതനയാണ് എടുത്തിട്ടുള്ളത്. മിക്ക കുട്ടികൾക്കും ഇഷ്ടമല്ലാത്തൊരു സംഭവമാണ് ഇത്. അപ്പോൾ നിങ്ങളിതുപോലെയാണോ പാചകം ചെയ്യൽ, അതല്ല മറ്റൊരു എന്തെങ്കിലും ഇതിൽ എക്സ്ട്രാ ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ നന്നായിട്ട് വാഷ് ചെയ്ത് കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതൊരു കലത്തിലേക്ക്, ഞാൻ മൺകലാണ് എടുത്തിട്ടുള്ളത് എന്ന് മാത്രം, നിങ്ങൾക്ക് ഏത് ചട്ടി വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇനി ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ചൂടുവെള്ളം ഉപയോഗിച്ചിട്ട് അതിൻ്റെ പഴുപ്പ് മുഴുവനും എടുക്കുന്നുണ്ട്. ഇനി അതും ഈ വഴുതനയിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി മഞ്ഞൾപ്പൊടി, പാകത്തിനുള്ള ഉപ്പ്, 2 പച്ചമുളക് അതുകൊണ്ടും ചേർത്തിട്ട് അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ടേ. ഇത് കുറച്ച് മല്ലിയാണ് കേട്ടോ. മല്ലി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ 1 കിലോ മല്ലി വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് കഴുകി, ഇപ്പോൾ ഒന്ന് ഒരു വെയിലൊക്കെ കാണാണ്ട്, അല്ലെങ്കിൽ ഇടക്ക് മൂടും, മഴ പെയ്യും, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നല്ല വെയിൽ കാണാണ്ട്, അപ്പോൾ വേഗം കഴുകട്ടെ. ഇത് നമ്മളുടെ വഴുതനയൊക്കെ നന്നായിട്ട് വെന്ത് നല്ല ഉഷാറായിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുക്കാം, ഒരു കടായി വെച്ച് കൊടുക്കാം. അതിലേക്ക് കടായി ചൂടാകുമ്പോൾ ഓയിൽ ഒഴിച്ച് കൊടുക്കാം, കടുക് ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് കറിവേപ്പില. ഇനി അതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ചേർത്ത് കൊടുക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം, പക്ഷേ ഇതൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇങ്ങനെ ഈ എണ്ണയിൽ കടന്നിട്ട് ആ ഒരു മുളക് നന്നായിട്ട് വെന്ത് വരുമ്പോൾ, അല്ലെങ്കിൽ ഒന്ന് വറവായി വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇനി അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള വഴുതന കൂട്ടി ചേർത്ത് കൊടുക്കുക, നന്നായിട്ട് മിക്സ് ചെയ്യാം. ഏത് ഇഷ്ടമല്ലാത്തവരും ആരും, കുട്ടികളാകട്ടെ വലിയവരാകട്ടെ ആരും കഴിക്കും. ചോറിലൊക്കെ കൂട്ടി കുഴച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെയാണ് ഈ 3 പച്ചക്കറികളും കൂടി നന്നായിട്ട് കഴുകി തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി ഇതാ പീസാക്കി വെച്ചിട്ടുണ്ട്. കുറച്ചൊരു കട്ടിയുണ്ട്, അത്യാവശ്യം കുറച്ച് വലുപ്പമുണ്ട്. അങ്ങനെയാണ് പീസാക്കി വെച്ചിട്ടുള്ളത്. നമുക്കൊരു ബൗളെടുക്കാം. അതിലേക്ക് 1.5 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചത്, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 കുറച്ച് കുരുമുളക് പൊടി. ഇനി പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ കോൺഫ്ലവറും വേണം കേട്ടോ. 2 ടീസ്പൂൺ കോൺഫ്ലവർ യൂസ് ചെയ്തിട്ടുണ്ട്. കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. പച്ചക്കറികളും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളമൊന്നും യൂസ് ചെയ്യരുത്. ഓൾറെഡി ഈ പച്ചക്കറിയിൽ നിന്നും തന്നെ വെള്ളം അതിൽ സ്പ്രെഡാവും, ഒബ്സർവ് ആവും. നമ്മളിതൊരു കുറച്ച് സെക്കൻഡ് മാറ്റി വെക്കുന്നുണ്ട്, അതായത് ഒരു 30 മിനിറ്റ് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് തന്നെ ഇതിൽ വെള്ളം പൊടിഞ്ഞ് വരും. അപ്പോൾ നമ്മളത് ഒന്ന് ഒരു സ്ട്രെയിനർ കൂടെ ഒഴിച്ചിട്ട്
വെള്ളം മാക്സിമം ഒഴിവാക്കിയിട്ടാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതൊരു അരമണിക്കൂർ നമുക്ക് മാറ്റി വെക്കാം. കേടുകൂടാതെ പച്ചമുളക് എങ്ങനെ നമുക്ക് എടുത്തു വെക്കാം എന്നുള്ളതാണ്. അതായത് അതിലത്തെ നനവുകളൊക്കെ ഒന്ന് തുടച്ച് മാറ്റുക. ഞെട്ടിയും കളഞ്ഞ് ഗ്ലാസിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് പച്ച ചക്കയാണ്. അതായത് നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ജസ്റ്റ് ഒരു പുളി വരുന്ന ഒരു പരുവം മാത്രമായിട്ടുള്ളൂ. അപ്പോൾ ആ ചക്ക ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗളെടുക്കാം. അതിലേക്ക് ഉപ്പ്, 1/4 ടീസ്പൂൺ ഉപ്പ്, അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ, 1/4 കുറച്ചും കൂടി അപ്പക്കാരം അല്ലെങ്കിൽ അപ്പസോഡ എന്നൊക്കെ പറയില്ലേ, അതും കൂടി ചേർത്ത് കുറച്ചധികം വെള്ളം ഒഴിച്ച് കൊടുത്തു. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചക്ക ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പഴുക്കാത്ത ചക്കയാണ്, നല്ല പച്ച ചക്കയാണ് കേട്ടോ. ഇനി അടച്ചു വെച്ച് അതും കുറച്ച് സമയം നമുക്ക് മാറ്റി വെക്കാം. ആ ഉപ്പും അപ്പക്കാരും ഒക്കെ അതിൽ നന്നായിട്ടൊന്ന് പിടിക്കട്ടെ. നമുക്കൊരു കടായി അടുപ്പത്ത് വെച്ച് കൊടുക്കാം. ഇരുമ്പിൻ്റെ ഒരു ചട്ടിയാണ്, അപ്പോൾ അത് വെച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മൾ മസാല ചേർത്ത് വെച്ചിട്ടുള്ള പച്ചക്കറി ഓരോന്നും ഇതിലിട്ട് കൊടുത്തിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. മീൻ പൊരിക്കുന്നത് പോലെ ചട്ടിയിലിട്ടിട്ട് എണ്ണ ഒഴിച്ച് അതിൽ വെച്ചിട്ട് ഓരോ ഭാഗങ്ങളും പൊരിച്ചെടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ ഫ്രൈ ആണിത്. ചിൽഡ്രൻസ് ഡേ പ്രമാണിച്ച് അമ്മമാർക്കാണ് കേട്ടോ ജോലി. ഒരു ചിത്രം വരച്ച് അതിൽ പച്ചക്കറികൾ ഒട്ടിക്കാൻ, എന്തെങ്കിലും വിത്തുകൾ ഒട്ടിച്ച് കൊടുക്കാനാണ്. അപ്പോൾ ഞാനും മോളും കൂടി അതൊക്കെ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ച ചക്കയുടെ അടപ്പൊക്കെ ഒന്ന് തുറന്ന് നോക്കാം. ഇനി അത് സ്ട്രെയിനർ ഒഴിച്ചിട്ട് നമുക്ക് വെള്ളമൊക്കെ ഒന്ന് ഊറ്റി കൊടുക്കാം. ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചീനച്ചട്ടിയാണ് എടുത്തിട്ടുള്ളത്, ഇരുമ്പിൻ്റെ ചീനച്ചട്ടി. അപ്പോൾ അതിലേക്ക് ചട്ടി നന്നായിട്ട് ചൂടായ ഉടനെ എണ്ണ ഒഴിച്ചു കൊടുത്തു. അപ്പോൾ ഈ ചട്ടി എന്തിനാണ് നന്നായിട്ട് ചൂടായതിൻ്റെ ശേഷം എണ്ണ ഒഴിക്കുന്നത്, അതൊരു സംശയമാണ്. അപ്പോൾ ഞാൻ ഏത് ചട്ടി എടുക്കുകയാണെങ്കിലും അതിന് മുന്നേ ഒന്ന് കഴുകും. അത് ഓൾറെഡി കഴുകി വെച്ചതാണെങ്കിലും ഉപയോഗിക്കുന്നതിന് മുന്നേ ഒന്നുകൂടി കഴുകും. അപ്പം നമ്മൾ നേരെ അടുപ്പിൽ വെച്ചാൽ ആ വെള്ളം മുഴുവനും വറ്റണം. അല്ലാതെ നമ്മൾ ആ വെള്ളത്തോടു കൂടി നമ്മൾ എണ്ണ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ പൊട്ടിത്തെറിക്കും. അപ്പം നേരെ ചട്ടി വെച്ചിട്ട് ആ വെള്ളമൊക്കെ വറ്റി ഒക്കെ ഒന്ന് ഡ്രൈ ആയതിൻ്റെ ശേഷം മാത്രമാണ് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നത്. അതാണ് ആദ്യം ചട്ടി നന്നായിട്ട് ചൂടാക്കാനുള്ള കാരണം. അപ്പോൾ ഇത് എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ചക്കയുടെ പീസുകൾ ചേർത്ത് കൊടുക്കുക. ഇളക്കി കുറേശ്ശായിട്ട് ഇങ്ങനെ ഇളക്കി കരിയാതെ നല്ല ക്രിസ്പി ആക്കിയിട്ടെടുക്കാം. മീഡിയം ഫ്ലെയിമിലാണ് ഇട്ട് കൊടുക്കേണ്ടത്. ലോ ആയാൽ ലോ ഫ്ലെയിമിലാണെന്നുണ്ടെങ്കിൽ എണ്ണ കുടിക്കും. ഹൈ ഫ്ലെയിമിലാണെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും, വേവാനോ അത് ചില ഭാഗങ്ങളൊക്കെ ഒന്നും ഇങ്ങനെ പൊങ്ങി വരും. അപ്പോൾ അതിനൊന്നുള്ള ടൈം കിട്ടില്ല. നമ്മളെ ചക്കയൊക്കെ നല്ല ക്രിസ്പിയായി വന്നിട്ടുണ്ട്, നല്ല അടിപൊളിയാണ്. നമുക്കിത് ചട്ടിയിൽ നിന്നും കോരി മാറ്റാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളത് മുഴുവനും ചെയ്തെടുക്കാം. സിമ്പിളാണ്, വളരെ ടേസ്റ്റിയാണ്.
ഇതാണെങ്കിലോ നല്ലൊരു ഗ്ലാസ് ജാറിൽ അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ കാലം കേടുകൂടാതെ നമുക്ക് നിൽക്കാനും പറ്റും. തണുക്കില്ല, നല്ല ക്രിസ്പിയാണ്. പൊട്ടിക്കുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല ക്രിസ്പി ആയിട്ടാണുള്ളത്. കഴിക്കാനും നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ ഒട്ടിച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് സീൻ ഇങ്ങനെ കേട്ടോ. അപ്പോൾ മല്ലിയൊക്കെ നന്നായിട്ട് ഉണങ്ങി ഡ്രൈ ആയി ഒക്കെ വന്നിട്ടുണ്ട്. ഇത് വലിയ ജീരകമാണ്. അപ്പോൾ അതും മല്ലിയിലേക്ക് ഇട്ട് കൊടുക്കുക. അതും കഴുകി വൃത്തിയാക്കി വെയിലത്ത് വെച്ച് ഉണക്കി ഒരു കുപ്പിയിലിട്ട് വെച്ചതായിരുന്നു. പിന്നെ ഇത് ഇന്നലെ പറിച്ചു വെച്ച കറിവേപ്പിലയാണ്. അതും കഴുകി വൃത്തിയാക്കി പേപ്പറിൽ പൊതിഞ്ഞിട്ടാണ് ഇന്നലെ എടുത്തു വെച്ചിരുന്നത്. അപ്പോൾ മാക്സിമം വെള്ളം ഇതിലേക്ക് ചേരരുത് എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അങ്ങനെയൊക്കെ ചെയ്തു വെച്ചിട്ടുള്ളത്. അപ്പോൾ വലിയൊരു ചെമ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് മല്ലി ചേർത്ത് കൊടുത്തു. ഇനി കൈ വിടാതെ ഇളക്കി കൊടുക്കുക. മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുക്കുക. ഒരു 3 മിനിറ്റ് ആയതിന് ശേഷം കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഫുള്ള് കൈപ്പിടിയിൽ ഒതുങ്ങുന്ന കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിറയെ ഒരു പിടി നിറയെ. ഇനി അങ്ങനെ ഇളക്കി കൊടുക്കുക മീഡിയം ഫ്ലെയിമിലിട്ടിട്ട്. ഹൈ ഫ്ലെയിമിലായ പെട്ടെന്ന് കരിഞ്ഞു പോവും. പിന്നെ നമ്മളെ മല്ലിയുടെ കൺസിസ്റ്റൻസി ആകെ മാറും. ഇനി മല്ലി പറഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ യൂസ് ചെയ്ത് കഴിയില്ല. അപ്പോൾ കുറേ കാലത്തിനുള്ളതാണ്. അപ്പോൾ ഈ കേട് വന്നാൽ അല്ലെങ്കിൽ കരിഞ്ഞു പോയാൽ ചുവൊക്കെ മാറിയിട്ടുണ്ടെങ്കിൽ കുറേ കാലം നമ്മളത് യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്, കഴിഞ്ഞ് കിട്ടാനും ബുദ്ധിമുട്ടാവും. അപ്പോൾ നന്നായിട്ട് നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ആ സമയത്ത് തീയൊക്കെ ഓഫ് ചെയ്തു. ആ സമയത്താണ് വലിയ ജീരകം ചേർത്ത് കൊടുക്കുന്നത്. വലിയ ജീരകം ചേർത്താൽ പിന്നെ കൂടുതലായിട്ട് ഫ്ലെയിമിൽ തീ വെച്ചുകൊണ്ടിരിക്കരുത്, നേരെ ഓഫ് ചെയ്യണം. അല്ലെങ്കിൽ ആ ജീരകത്തിൻ്റെ ആ ഒരു ടേസ്റ്റ് തന്നെ പറ്റും മാറിപ്പോവും. നമ്മളെ ഇൻവെർട്ടർ കേട് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് റെഡിയാക്കണം. ഇങ്ങനെ മില്ലിലൊക്കെ കൊടുത്തയച്ച് നമ്മളുടെ മല്ലി നല്ല അടിപൊളി ഒരു ഫൈനായിട്ട് പൊടിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് ടൈറ്റാക്കി ഒരു ഗ്ലാസ് ജാറിലോ അല്ലെങ്കിൽ ഒരു കണ്ടെയ്നറിലോ കാറ്റൊന്നും പുറത്ത് പോവാത്ത രീതിയിൽ അടച്ച് വെച്ച് സൂക്ഷിച്ച് വെക്കാം. ആവശ്യത്തിന് മാത്രം എടുത്ത് ഉപയോഗിച്ചാൽ മതി. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ആദ്യമായിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ഒന്ന് അമർത്തി കൊടുക്കണേ. അപ്പോൾ എല്ലാവർക്കും ബൈ.